നമസ്കാരം. ഏവർക്കും വനിതാ ദിന ആശംസകൾ. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ വനിതാ ദിനത്തിൽ ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ മഹിളാ ധർണ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാതിവില തട്ടിപ്പ് വിഷയത്തിൽ ക്രിയാത്മകമായി അന്വേഷണം നടത്തണമെന്നും മുഴുവൻ പരാതികളിലും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വന്യജീവി ആക്രമണം തടയാൻ നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ 27-ന് ധർണ നടത്തുമെന്ന് പാർട്ടി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി പ്രസ് ക്ലബിന്റെ KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരത്തിന് മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ MB സന്തോഷ് അർഹനായി. വണ്ണപ്പുറത്തെ സ്വന്തം ബ്രാൻഡ് നെയിമാക്കി മാറ്റിയ ഒരു വീട്ടമ്മ. കേരളത്തിലെമ്പാടും ആവശ്യക്കാരുള്ള വണ്ണപ്പുറ നൈറ്റികൾ എന്ന ബ്രാൻഡിന്റെ അമലക്കാരി ലൈല ബാബുവിന്റെ വിജയഗാഥ ഈ വനിതാ ദിനത്തിൽ ഏറെ പ്രചോദനമാണ്. ദേശീയ വനിതാ ദിനത്തിൽ ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുൻപിൽ മഹിളാ ധർണ സംഘടിപ്പിച്ചു. BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനു അധ്യക്ഷത വഹിച്ച ധർണ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി മുന്നി സ്വാഗതം ആശംസിച്ചു. KM ഗീതാകുമാരി, ശ്രീവിദ്യ രാജേഷ്, TS രാജൻ, MN ജയചന്ദ്രൻ, ശശി ചാലക്കൽ, ശ്രീകാന്ത്, ജിവിൻ ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു. ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് ലോക വനിതാ ദിനമാണ്. ലോക വനിതാ ദിനത്തിന്റെ അന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ആശാ വർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം. സംഘടനാ രംഗത്തും അധികാര രാഷ്ട്രീയ രംഗങ്ങളിലുമെല്ലാം സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സമ്പ്രദായം പൊതുവെ രാഷ്ട്രീയ പാർട്ടികളിൽ കുറവാണ്. അതിന് ഏക അപവാദം ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ. 4 ജില്ലാ പ്രസിഡന്റുമാര് വനിതകളാണ് എന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. 4 പോരാ, ഇത് തുടക്കം മാത്രമാണ്. സംഘടന ജില്ലകളിൽ പകുതിയിലേറെ ജില്ലകളുടെ സാരഥ്യം വനിതകൾ വഹിക്കണം എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരാൾക്ക് പാർട്ടിയുടെ ഉന്നത പദവിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ പക്ഷം പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെങ്കിലും ആയിരിക്കണം. കാരണം പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയായ വൃന്ദയെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ആദ്യമായി അവരുടെ പോളിറ്റ് ബ്യൂറോയിലെടുത്തത്. കോൺഗ്രസിലാണെങ്കിൽ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് സ്ത്രീക്കും ഏത് പദവിയും കിട്ടും എന്നല്ലാതെ ആ കുടുംബാധിപത്യത്തിന്റെ പരിധിയിൽ വരാത്ത ഒരു സ്ത്രീക്കും അർഹമായ പ്രാതിനിധ്യം അവിടെ കിട്ടാറില്ല. പാതിവില തട്ടിപ്പ് വിഷയത്തിൽ ക്രിയാത്മകമായി അന്വേഷണം നടത്തണമെന്നും മുഴുവൻ പരാതികളിലും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ചെയർപേഴ്സൺ ലിസി ബാബു, സുധീർ PA, നൂഹ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. തട്ടിപ്പ് വിഹിതം സംഭാവനയായോ കൈക്കൂലിയായോ കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ വ്യക്തികളെയും പാർട്ടികളെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും പണം നഷ്ടപ്പെട്ടവർക്ക് സാധ്യമായ എല്ലാ നിയമവശങ്ങളിലൂടെയും നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുവാൻ വേണ്ടി നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ തൊടുപുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഈ സീഡ് സൊസൈറ്റിയുടെ ഒരു ചെയർപേഴ്സൺ ആയിരിക്കുന്ന കുമളിയിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന്റെ ED ചോദ്യം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെല്ലാം ഒരു പുകമറ നിൽക്കുകയോ ഒന്നും വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അന്വേഷണം യഥാർത്ഥ ദിശയിലേക്ക് പോകണം. ഈ പണം പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകളുടെ പണം തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടലും അന്വേഷണവും നടക്കണമെന്ന് മാത്രം വളരെ വിനീതമായി ആക്ഷൻ കൗൺസിലിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഒരു വനിതാ ദിനത്തിൽ നടത്തിയ സമരമായി മാത്രം കാണാതെ ഈ സമരത്തിന് അതിൻ്റെതായ ഗൗരവത്തോടെ ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികളും കാണണമെന്ന് മാത്രം വളരെ വിനീതമായി സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് പാതിവില തട്ടിപ്പിൽ തട്ടിപ്പ് വീതം കൈപ്പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് ഈ വനിതാ ദിനത്തിൽ പോലും 10,000-കണക്കിന് വനിതകളുടെ പണം നഷ്ടപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ വനിതാ സംഘടനകളൊന്നും ശബ്ദിക്കാതിരിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി അഡ്വക്കേറ്റ് ബേസിൽ ജോൺ, ചെയർപേഴ്സൺ ലിസി ബാബു, സുധീർ PA, നൂഹ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ വനിതകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി വനിതാ സംഘടനകളുണ്ട്. ഞാൻ രാഷ്ട്രീയമായി പറയുന്നതാണ്, തെറ്റിദ്ധരിച്ച് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യേണ്ട. ഇടുക്കിയിൽ ഇന്നലെ കേരളത്തിലെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് 2 മാസക്കാലമായി ഒരു യാത്ര നടത്തുകയാണ്. ഞാൻ ആ യാത്രയുടെ പേരൊന്നും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2 മാസക്കാലമായി യാത്ര ജനുവരി 4 മുതൽ അടുത്ത സെപ്റ്റംബർ 30-ാം തീയതി വരെ കേരളത്തിലെ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി, കേരളത്തിലെ വനിതകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു യാത്ര നടത്തുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി തൊടുപുഴ നിയോജകമെടുത്ത യാത്ര നടക്കുകയാണ്. ഇന്ന് ഇടുക്കിയിൽ നെടുങ്കണ്ടത്തെ യാത്രയുടെ സമാപനമാണ്. കേരളത്തിലെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ ആ ജാഥയിൽ വരികയും പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. എനിക്ക് അവരോട് ചോദിക്കാനുള്ള, കുറ്റപ്പെടുത്താനായിട്ട് പറയുന്നതല്ല, ഈ ആയിരക്കണക്കിന് വനിതകളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ട്, നിങ്ങൾ അറിഞ്ഞിട്ട് ഇന്നേ വരെ കഴിഞ്ഞ ജനുവരി മാസം അവസാനം അനന്തകൃഷ്ണന്റെ പിന്നാലെ പോലീസ് പോയി, ഫെബ്രുവരി മാസം ആദ്യത്തോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി, മാസം 1.5 കഴിയാൻ പോവുകയാണ്. ഇന്നേ വരെ ഈ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ, ഏതെങ്കിലും ഒരു പ്രസംഗ വേദിയിൽ ഈ വനിതകളോടൊപ്പം ഞാൻ നിൽക്കുമെന്ന് പറയുവാനുള്ള ആർജവം കാണിക്കാൻ വേണ്ടി കേരളത്തിലെ മഹിളാ കോൺഗ്രസിന്റെ, കേരളത്തിലെ മഹിളകളുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് സാധിച്ചില്ല എങ്കിൽ, കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, ഈ തട്ടിപ്പിന് അവർ പരോക്ഷമായി സഹായിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടതു ഭരണത്തിൽ വനിതകൾക്ക് ദുരിതം മാത്രമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ. KSSPA ജില്ലാ വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അന്തർദേശീയ വനിതാ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്ദു സുധാകരൻ. ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് കിങ്ങിണി VK അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ആതുര സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ഭവാനി ചന്ദ്രശേഖരെ ആദരിച്ചു. കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണം വനിതകൾക്കും അശരണർക്കും ദുരിതം മാത്രമാണ് നൽകുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരം തുടങ്ങി നിരവധി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായിട്ടില്ല. മയക്കുമരുന്ന് മാഫിയകൾ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് നാളുകളായിട്ടും പരിഹാര മാർഗങ്ങൾ കാണാതെ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും അവർ ആരോപിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ KSSPA എന്ന് പറയുന്ന ഈ സംഘടന എനിക്ക് തോന്നുന്നു ഒരു യുദ്ധം വന്നു വരുന്ന സംഘടനയാണ്. കാരണം ജീവിതത്തിലെ ഒട്ടേറെ കാലഘട്ടം സേവന രംഗത്ത് നിന്നതിന് ശേഷം പിന്നെ നിങ്ങൾ സമൂഹത്തിലേക്ക്, പൊതുരംഗത്തേക്ക് ഇറങ്ങി വന്നിരിക്കുക. തീർച്ചയായും ഇത്രയും കാലം എനിക്ക് തോന്നുന്നു പല ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ആയിരുന്നു. പക്ഷെ ഒരു സംഘടനയുടെ കീഴിലേക്ക് വരുമ്പോൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെതായ ആ ഒരു അതിൻ്റെ ഒരു ആധിക്യം, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സംഘടനയിലേക്ക് കടന്നു വന്നത്. സംഘടനയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനവധിയായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഒരു ഉത്തമമായ ബോധ്യം എല്ലാവരിലും ഉണ്ടാവും എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മളിപ്പോ ചുവരില്ലാതെ ചിത്രം എഴുതില്ല. ചുവര് വേണ്ട, ചുവരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ പതിച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു നല്ല ചുവരാണിപ്പോൾ KSSPA എന്ന് പറയുന്ന വനിതാ ഫോറം നിങ്ങൾക്കായിട്ട് തന്നിരിക്കുന്നത്.
പ്രിയപ്പെട്ട അൽഫോൻസ ടീച്ചർ ഇതിൻ്റെ പ്രസിഡന്റായിരിക്കുന്നതായിട്ടുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ സംഘടനകൾ വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സന്ദർഭത്തിൽ എടുത്ത് നോക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ വനിതാ ദിനമൊക്കെ അതിഗംഭീരമായിട്ട് എല്ലാ വർഷവും കൊട്ടിഘോഷിച്ചുകൊണ്ട് നമ്മൾ നടത്തപ്പെടും. പക്ഷേ ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്നതായിട്ടുള്ള വിഷമതകൾ അനവധിയുണ്ടായിരുന്നു. ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്നു. KSSBA ജില്ലാ വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അന്തർദേശീയ വനിതാ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്ദു സുധാകരൻ. ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് കിങ്ങിണി VK അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ആതുരസേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ഭവാനി ചന്ദ്രശേഖരനെ ആദരിച്ചു. തൊടുപുഴ കോപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോ പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ ഷംസ് മുഖ്യപ്രഭാഷണം നടത്തി. അൽഫോൺസ ജോസഫ്, ഡാലി തോമസ്, ലാലി TJ, ലതിക KS, ആനി ജോസഫ്, കൊച്ചിറാണി ജോസഫ്, ഐവാൻ സെബാസ്റ്റ്യൻ, TJ പീറ്റർ, TM ജോയി, ജോജോ ജെയിംസ്, ഗർവാസിസ് K സക്കറിയാസ്, റോയി ജോർജ്, ഷെല്ലി ജോൺ, SG സുദർശനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വന്യജീവി ആക്രമണം തടയാൻ നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് M നേതാക്കൾ ഡൽഹിയിൽ 27-ന് ധർണ നടത്തുമെന്ന് പാർട്ടി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെയും മന്ത്രി റോഷി അഗസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് ധർണ നടത്തുന്നത്. ധർണയിൽ കേരള കോൺഗ്രസ് MLA-മാർ, പാർട്ടി സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. വന്യജീവി ആക്രമണം തടയാൻ നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് M നേതാക്കൾ ഡൽഹിയിൽ ധർണ നടത്തും. വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറക്കി ആക്രമണം നടത്തുന്നത് മൂലം ജീവഹാനിയും കൃഷിനാശവും ഉണ്ടാകുന്നത് കേരളത്തിൽ ഉടനീളം തുടരുന്ന സാഹചര്യത്തിൽ 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഉടൻ ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് M പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെയും മന്ത്രി റോഷി അഗസ്റ്റിന്റെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ മാർച്ച് 27-ന് ധർണ നടത്തും. സംരക്ഷിത വനമേഖലയ്ക്ക് ഉള്ളിൽ താങ്ങാവുന്നതിലേറെ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അത് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിനെ കുറേ നശിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് കേന്ദ്ര നിയമം എതിരായി നിർത്തുന്നു. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ഉണ്ടാവണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സംസ്ഥാനത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമായി വന്നിരിക്കുന്നു. ഇതൊരു ചെറിയ പ്രശ്നം, ഒരു സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇടുക്കിയിൽ മലയോര മേഖലയിലേക്ക് കയറി കഴിഞ്ഞാൽ, ഒരു കാലത്ത് ഇടുക്കിയിലെ മലയോര മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളായിരുന്നു നമ്മുടെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെയൊക്കെ ഒരു വലിയ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നത്. അതായത് ഹൈറേഞ്ചിലേക്ക് പോലും ഇപ്പോൾ അവിടെ ആവശ്യമുള്ള ഈ പറഞ്ഞ കപ്പ ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് നമുക്ക് ഈ ധാന്യവിളകളേക്കാൾ നമ്മുടെ ഒരു പ്രദേശത്തിന് കൃഷിക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ പഴയ കാലം പോലെയല്ല, ഇതിനൊക്കെ വിപണിയുണ്ട്. അത് കയറ്റുമതി ചെയ്യാനും അത് പ്രാദേശികമായ ഉപയോഗമൊക്കെ വളരെ കൂടുതലുണ്ട്. സ്വാഭാവികമായും ഇത് അവിടെ സംരക്ഷിച്ച് നിർത്തണം. വന്യമൃഗങ്ങളുടെ ശല്യം പൂർണ്ണമായും ഒഴിവായാലേ കൃഷിക്കാർക്ക് അവരുടെ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ കൃഷി ഉപേക്ഷിച്ച മലമ്പ്രദേശങ്ങളിൽ നിന്ന് താഴേക്ക് ടൗണുകളിലേക്ക് ജനങ്ങൾ ഇറങ്ങുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതിന് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 12,462 കിലോമീറ്റർ വന. ധർണയിൽ കേരള കോൺഗ്രസ് MLA-മാർ, പാർട്ടി സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമായി കേന്ദ്ര വനം വന്യജീവി നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്യണമെന്ന ആവശ്യമുയർത്തിയാണ് കേരള കോൺഗ്രസ് M ഡൽഹിയിൽ ധർണ നടത്തുന്നത്. കേരളം നേരിടുന്ന വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനായി 1972 വനം വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിക്കായി കേരളത്തിൽ നിന്നുള്ള MPമാർ ഒറ്റക്കെട്ടായി ആവശ്യമുയർത്തണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി നേതാക്കളായ പ്രൊഫസർ KI ആന്റണി, ജോസ് പാലത്തിനാൽ, റെജി കുന്നംകോട്ട്, അഗസ്റ്റിൻ വട്ടക്കുന്നേൽ, ജയകൃഷ്ണൻ പുതിയടത്ത്, മനോജ് മാമല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അശോകൻ യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഡോക്ടർ M മനീഷയെ ഉപഹാരം നൽകി ആദരിച്ചു. ഡാഡി തോമസ് അധ്യക്ഷത വഹിച്ചു. സുജാത രവി സ്വാഗതം ആശംസിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കരിങ്കുന്നം പഞ്ചായത്തിൽ എത്തിച്ചേർന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയെ നൂറുകണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ആനയിച്ചു. കരിങ്കുന്നം കവലയിൽ എത്തിച്ചേർന്ന യോഗം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണിക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തോൽക്കാൻ മനസ്സിൽ മൂന്നാം ഊഴം എന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വപ്നം
തകർത്തെറിയും ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. ആ മുന്നേറ്റത്തിന് ശക്തി പകരാൻ, കരുത്ത് പകരാനാണ് ബഹുമാനിയായ ജെബി മേത്തയുടെ നേതൃത്വത്തിലുള്ള ഈ സാഹസയാത്ര. കേരളത്തിലെ മഹിളാ കോൺഗ്രസിന് ജാതകം മാറ്റി എഴുതിയ പ്രസിഡന്റാണ് ഇവിടെ ഇരിക്കുന്ന ശ്രീമതി ജെബി മേത്ത. ജെബി മേത്തയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിപ്പെടുത്താൻ കേരളത്തിലെ മഹിളകൾ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിൻ്റെ മോചനത്തിനായി ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം പോരാട്ടം കുറിച്ചിരിക്കുന്ന പൊതുയോഗത്തിൽ ഡോക്ടർ എം മനീഷയ്ക്ക് ഉപഹാരം നൽകി. സുജാത രവി കരിങ്കുന്നം മണ്ഡലം വൈസ് പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ചു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഡാഡി തോമസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് മിനിമോൾ, എ പി ഉസ്മാൻ, നിഷ സോമൻ, ഗീത ശ്രീകുമാർ, ജോമോൻ കുഴിപ്പറമ്പിൽ, എൻ ഐ ബെന്നി, ചാർലി ആന്റണി, എം ഡി അർജുനൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. യോഗത്തിന് ഷീബ ജോൺ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. ഇടുക്കി പ്രസ് ക്ലബിന്റെ KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരത്തിന് മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ MB സന്തോഷ് അർഹനായി. മാറുന്ന പ്രകൃതി, മാറേണ്ട നമ്മൾ എന്ന വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ്. മാർച്ച് 11 പ്രസ് ക്ലബ് ഹാളിൽ നടത്തുന്ന ചടങ്ങിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് അവാർഡ് സമ്മാനിക്കും. ഇടുക്കി പ്രസ് ക്ലബിന്റെ KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരത്തിന് മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ MB സന്തോഷ് അർഹനായി. മാറുന്ന പ്രകൃതി, മാറേണ്ട നമ്മൾ എന്ന വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ്. മികച്ച വികസനോന്മുഖ റിപ്പോർട്ടിങ്ങിനായിരുന്നു ഇത്തവണ അവാർഡ് ഏർപ്പെടുത്തിയിരുന്നത്. മാർച്ച് 11 രാവിലെ 11:30 പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് അവാർഡ് സമ്മാനിക്കും. ഇത്തവണയും കൃത്യമായി നമ്മളത് അപേക്ഷ ക്ഷണിക്കുകയും ഇത്തവണ വികസനോന്മുഖ റിപ്പോർട്ടിങ്ങിനാണ് നമ്മൾ അവാർഡ് ക്ഷണിച്ചിരുന്നത്. 11 എൻട്രികളാണ് നമുക്ക് ഈ വർഷം ലഭിച്ചിരുന്നത്. കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ ദിവ്യയുടെ മുൻ എഡിറ്റർ ശ്രീ TC മാത്യു സാർ, മംഗളത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ രാജു മാത്യു സാർ, സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മാധ്യമത്തിൻ്റെ ബ്യൂറോ ചീഫും ഒക്കെയായിരുന്ന ശ്രീ VR രാജ്മോഹൻ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് അവാർഡ് നിശ്ചയിച്ചത്. ഇത്തവണത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മെട്രോ വാർത്തയുടെ അസോസിയേറ്റ് എഡിറ്ററായ ശ്രീ MB സന്തോഷിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാറുന്ന പ്രകൃതി, മാറേണ്ട നമ്മൾ എന്ന വാർത്താ പരമ്പരയ്ക്കാണ് അവാർഡ് നൽകിയിരിക്കുന്നത്. മാർച്ച് 11 രാവിലെ 11:30 ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ വിഷ്ണു പ്രദീപ് അവാർഡ് സമ്മാനിക്കും. നമ്മുടെ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ശ്രീ VR രാജ്മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഈ മെട്രോ വാർത്ത എഡിറ്ററായ ശ്രീ MB സന്തോഷ് കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാരിൻ്റെ വികസനോന്മുഖ മാധ്യമ അവാർഡിന് അർഹനായിരുന്നു. അതോടൊപ്പം തന്നെ തുടർച്ചയായി 4 തവണ കേരള നിയമസഭയുടെ മാധ്യമ പുരസ്കാരം, വ്യവസായ മേഖലയെക്കുറിച്ചുള്ള മികച്ച റിപ്പോർട്ടിങ്ങിനായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡ്, പരിസ്ഥിതി മാധ്യമ പുരസ്കാരം, സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട്. സ്വദേശാഭിമാനി, പാമ്പൻ മാധവൻ, ഫാദർ കൊളംബിയർ, MR മാധവ വാര്യർ, റീജൻ റാണി, N നരേന്ദ്രൻ, N ശിവറാം എന്നിവരുടെ പേരിൽ ഉൾപ്പെടെ 1 ഡസനിലേറെ മാധ്യമ അവാർഡുകളിലും ശ്രീ MB രാജേഷിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി VR രാജ്മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. മുതിർന്ന മാധ്യമപ്രവർത്തകരായ TC മാത്യു, രാജീവ് മാത്യു, VR രാജ്മോഹൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്ററായ MB സന്തോഷ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന്റെ വികസനോന്മുഖ മാധ്യമ അവാർഡിനും അർഹനായിരുന്നു. തുടർച്ചയായ 4 തവണയായി കേരള നിയമസഭയുടെ മാധ്യമ പുരസ്കാരം, വ്യവസായ മേഖലകളെക്കുറിച്ചുള്ള മികച്ച റിപ്പോർട്ടിങ്ങിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡ്, പരിസ്ഥിതി മാധ്യമ പുരസ്കാരം, സംസ്ഥാന ജൈവവൈവിധ്യ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാൽക്കുളങ്ങര ശ്രീരാഗത്തിൽ പരേതനായ K മാധവൻ പിള്ളയുടെയും K ബേബിയുടെയും മകനാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഓഡിയോളജിസ്റ്റ് L പ്രമീളയാണ് ഭാര്യ. ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ഹൗസ് സർജൻ ഡോക്ടർ SP ഭരത്
തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥി SP ഭഗത് എന്നിവർ മക്കളാണ്. പൂർണ്ണ ഉറൂബ് നോവൽ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ആടുകഥ ഉൾപ്പെടെ 10 പുസ്തകങ്ങൾ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറത്തെ സ്വന്തം ബ്രാൻഡ് നെയിമാക്കി മാറ്റിയ ഒരു വീട്ടമ്മ. കേരളത്തിലെമ്പാടും ആവശ്യക്കാരുള്ള വണ്ണപ്പുറം നൈറ്റികൾ എന്ന ബ്രാൻഡിന്റെ അമലക്കാരി ലൈല ബാബുവിന്റെ വിജയഗാഥ ഈ വനിതാ ദിനത്തിൽ ഏറെ പ്രചോദനമാണ്. പ്രതിസന്ധികളെ വിജയച്ചൂടുകളാക്കി 40 വർഷങ്ങൾക്ക് മുൻപ് ലൈല ബാബു വീട്ടിൽ ആരംഭിച്ച ചെറിയ തയ്യൽ യൂണിറ്റിന് ഇന്ന് 1000-ലധികം കുടുംബങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഉപജീവന മാർഗമായി മാറിയിരിക്കുകയാണ്. ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപാണ് BSc ബിരുദധാരിയായ ലൈല ബാബു വിവാഹിതയായി വണ്ണപ്പുറത്തിന് സമീപമുള്ള കൊടുവേലിയിലെത്തുന്നത്. കൃഷിപ്രധാന വരുമാന മാർഗമായ കുടുംബത്തിൽ കാർഷിക മേഖലയിലെ വിലയിടിവും പ്രതിസന്ധികളുമെല്ലാം സ്വന്തമായി ഒരു വരുമാന മാർഗം എന്ന ചിന്തയിലേക്ക് ലൈലയെ എത്തിക്കുന്നത്. ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് BSc പാസ്സായതാണ്. BSc ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയൊന്നും ആയില്ല. ആ സമയത്ത് എൻ്റെ മാരേജ് കഴിഞ്ഞു. കുറേ നാളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ജോലിയുമില്ല, വേറെ ഒരു വരുമാന മാർഗവും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ വരുമാന മാർഗം ഇല്ലാത്ത മാരേജ് കഴിഞ്ഞ സ്ത്രീകൾക്ക് സാധാരണ വരുമാനമൊന്നും ഇല്ലെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും ഒരു വരുമാനം എനിക്ക് വേണമെന്നും അതുപോലെ അല്ല എന്നെ പോലെയുള്ള സ്ത്രീകൾക്കും അത് ഒരു വേണമെന്നുള്ളൊരാഗ്രഹം എന്നിൽ ഉണർന്നു. ഫസ്റ്റിൽ ഞാൻ കടകളിൽ നിന്ന് പീസ് എടുത്ത് തയ്ക്കാൻ തുടങ്ങി. അങ്ങനെ തയ്ച്ച് അപ്പോൾ അത് ആദ്യം ഞാൻ തന്നെ ചെയ്തു. പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള 2-3 പേരെയൊക്കെ ഇരുത്തി തയ്പ്പിച്ചു. അങ്ങനെ അത് ആദ്യം വീട്ടിലാണ് തുടങ്ങിയത്. തുടർന്ന് വീട്ടിലിരുന്ന തയ്യൽ ജോലികൾ ചെയ്യുവാൻ തുടങ്ങി. നൈറ്റികൾക്കും സ്റ്റിച്ചിങ്ങിനും ആവശ്യക്കാർ കൂടി വന്നതോടെ തൊടുപുഴ ഇൻഡസ്ട്രിയൽ ഓഫീസിന്റെ സഹായത്തോടെ കൊടിവേലിയിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആരംഭിച്ചു. എന്നാൽ ഉൾപ്രദേശമായതിനാൽ തന്നെ കൂടുതൽ വിപണന സാധ്യതകൾ മുൻനിർത്തി സ്റ്റിച്ചിങ് യൂണിറ്റ് വണ്ണപ്പുറത്തേക്ക് മാറ്റുകയും കുടുംബം ഇവിടേക്ക് താമസം മാറുകയും ചെയ്തു. ആദ്യ സമയങ്ങളിൽ നൈറ്റികളും തുണിത്തരങ്ങളും തയ്ച്ച് നേരിട്ട് വീടുകളിലും കടകളിലും എത്തിക്കുവാൻ തുടങ്ങി. അതുവരെ ഉപയോഗിച്ചിരുന്നതിൽ വ്യത്യസ്തമായതും ഈട് നിൽക്കുന്നതുമായ നൈറ്റികൾ ഉപയോഗിച്ച വീട്ടമ്മമാർ കടകളിലെത്തി വണ്ണപ്പുറം നൈറ്റികൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഇതോടെ കടക്കാരും ചെറുകിട വിൽപ്പനക്കാരും നേരിട്ട് ഗാർമെന്റ്സ് യൂണിറ്റിലെത്തി ഓർഡർ നൽകാൻ തുടങ്ങി. മെയിനായിട്ട് നമ്മുടെ നൈറ്റിക്ക് ഡിമാൻഡ് വരാൻ കാരണം സ്ത്രീകൾ തന്നെയാണ്. അവരാണ് ഈ നൈറ്റ് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ വീടുകാർക്കെല്ലാം ഈ നൈറ്റ് ഇഷ്ടപ്പെട്ടു. ആ വീട്ടുകാരും ശരിക്കും നമ്മുടെ കസ്റ്റമറായിട്ട് വന്നു. അങ്ങനെയാണ് ഇതിനൊരു വിപുലീകരണം ശരിക്കും ഉണ്ടായത്. ശരിക്കും വനിതകൾ തന്നെയാണ് നമ്മുടെ ഇതിന് പ്രോത്സാഹനം തന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഈ വീട്ടുകാരെ കടകളിൽ ചെന്ന് ചോദിക്കും, ഇങ്ങനെ വണ്ണപ്പുറം നൈറ്റി ഉണ്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ കടക്കാർക്ക് ഇത് ഈ വണ്ണപ്പുറത്തേക്ക് വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ അങ്ങനെ കടക്കാർ നമ്മുടെ പ്രോഡക്റ്റ് അന്വേഷിച്ച് നമ്മുടെ യൂണിറ്റിൽ വരാൻ തുടങ്ങി. പിന്നെ ബൾക്കായിട്ട് കടക്കാർ നമ്മുടെ അടുത്ത് വന്ന് സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് വണ്ണപ്പുറം നൈറ്റി ആയിട്ട് മാറിയത്. എന്നാൽ ഇതിനിടയിൽ കടന്നുവന്ന സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡ് കാലഘട്ടവുമെല്ലാം ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. ബാങ്ക് ലോണുകൾ പ്രതിസന്ധിയായതോടെ സ്ഥലം വിൽക്കേണ്ട സ്ഥിതി വന്നു എന്നും ലൈല പറയുന്നു. ആ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമുക്കൊത്തിരി ലോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലോണ് നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് ലോൺ അടയ്ക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് കുറച്ച് സ്ഥലം വിൽക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ആ സ്ഥലം വിറ്റ് നമ്മൾ അതിൽ നിന്ന് കരകയറി. പിന്നെ ലോണൊക്കെ അടച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു സ്മൂത്തായിട്ട് പിന്നെ ഇത് പോകാൻ തുടങ്ങിയത്. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളും ഇതിലുണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധികളെ നിശ്ചയദാർഢ്യം കൊണ്ടും മനക്കരുത്ത് കൊണ്ടും നേരിട്ട ലൈലയും കുടുംബവും ഇന്ന് 1000-ലധികം കുടുംബങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഉപജീവന മാർഗമായി മാറിയിരിക്കുകയാണ്. വണ്ണപ്പുറം അമ്പലപ്പടിയിൽ പ്രവർത്തിക്കുന്ന വിഷ്ണു ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സിലൂടെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യയിൽ എവിടെയും ലഭ്യമാക്കുന്നു. കൂടാതെ സമീപ പ്രദേശങ്ങളിലെ 300ഓളം സ്ത്രീകൾ നേരിട്ട് ഇവിടെ നിന്ന് മെറ്റീരിയൽ എടുത്ത് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്ത് നൽകുന്നു. 300 പേരോളം ഇവിടെ തയ്ക്കുന്നുണ്ട്. അതെല്ലാം വീടുകളിൽ കൊണ്ടുപോയി തയ്ക്കുന്നവരങ്ങനെയുണ്ട്. പിന്നെ വീടുകൾ തോറും കയറി ഇറങ്ങി കച്ചവടം നടത്തുന്ന എങ്ങനെയായാലും ഒരു 10,000-ഓളം പേര് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്കൊക്കെ ഒരു വരുമാനമാർഗം ആകാൻ ഈ സ്ഥാപനം സഹായിച്ചു.
എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എൻ്റെ ഒരു കഴിവല്ല, ഇവിടെയുള്ള എൻ്റെ സ്റ്റാഫുകളുടെയോ ഈശ്വരൻ്റെ ഒരു കാരുണ്യവും എല്ലാം കൂടി അതിന് സാധിച്ചു എന്ന് പറയാം. തങ്ങൾക്കൊപ്പം നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും തൊഴിൽ ലഭ്യമാക്കുക എന്ന സ്വപ്നം കൂടി യാഥാർത്ഥ്യമാക്കുകയാണ് ലൈല ബാബു. ഭർത്താവ് ബാബു, മക്കൾ വിനയൻ, വിഷ്ണു എന്നിവർ പൂർണ്ണ പിന്തുണയുമായി കൂടെ നിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കോതമംഗലം നെല്ലിമറ്റം എംബിഡ്സിൽ ഓൾ കേരള പോളിടെക്നിക് എക്സ്പോ സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിലായി 300-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചേലാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മികച്ച പോളിടെക്നിക് കോളേജിലുള്ള അവാർഡ് കരസ്ഥമാക്കി. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ്, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനം തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെയും വനിതാ വിംഗിന്റെയും നേതൃത്വത്തിൽ തൊടുപുഴ വ്യാപാര ഭവനിൽ വെച്ച് നടത്തി. വനിതാ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ നിർവഹിച്ചു. നെല്ലിമറ്റം എംബിഡ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിൽ സംസ്ഥാനത്തെ വിവിധ പോളിടെക്നിക് കോളേജുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോളി എക്സ്പോ 2025 സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിലായി 300-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രോജക്ട് എക്സ്പോ, വയറിംഗ് മത്സരം, LED അറേ മോഡലിംഗ്, ഐഡിയത്തോൺ, ലേത്ത് മാസ്റ്റർ, മെക്കാനിക്കൽ മോഡൽ അസംബ്ലി, ക്വിസ്, ബ്രിഡ്ജ് ബെസ്റ്റർ, മോഡൽ മേക്കിംഗ്, വാട്ടർ ഫിൽട്രേഷൻ, ഹാക്കത്തോൺ തുടങ്ങി വിവിധ സാങ്കേതിക മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലാട് മികച്ച പോളിടെക്നിക് കോളേജിനുള്ള അവാർഡ് കരസ്ഥമാക്കി. വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. പോളി എക്സ്പോയോടനുബന്ധിച്ച് എംബിഡ്സിലെ വിദ്യാർത്ഥികളുടെ വിവിധ പ്രോജക്റ്റുകളുടെ പ്രദർശനവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ കോളേജ് സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി, ചെയർമാൻ മാത്യു M. കുന്നശ്ശേരി, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ്, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ, പ്രൊഫസർ ഷൈനി പീറ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അന്താരാഷ്ട്ര വനിതാ ദിനം തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെയും വനിതാ വിംഗിന്റെയും നേതൃത്വത്തിൽ തൊടുപുഴ വ്യാപാര ഭവനിൽ വെച്ച് നടത്തി. വനിതാ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെയും വനിതാ വിംഗിന്റെയും നേതൃത്വത്തിൽ തൊടുപുഴ വ്യാപാര ഭവനിൽ വെച്ച് നടത്തി. വനിതാ വിംഗ് പ്രസിഡന്റ് ലാലി വിൽസന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടന ഈ അന്താരാഷ്ട്ര വനിതാ ദിനം ഏത് ദിവസം വേണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ 1857 അമേരിക്കയിൽ നടന്ന വിഖ്യാതമായ സമരത്തെ അവർ ഓർക്കുകയും അതുപോലെ എല്ലാ മാസവും മാർച്ച് 8-ാം തീയതി അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് നമുക്ക് ഈ മാർച്ച് 8-ാം തീയതി അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാൻ നമ്മൾ തീരുമാനമെടുത്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളെ ഹരിതകർമ്മ സേനകളും ഈ ഇതിൽ പങ്കുചേരുന്നതിൽ വളരെ നല്ല കാര്യമാണ്. ട്രഷറർ ഡിംപിൾ വിനോദ് യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനയിലെ മുഴുവൻ അംഗങ്ങളെയും ആദരിച്ചു. സംഘടനയിലെ മുതിർന്ന വനിതാ അംഗങ്ങളായ വനിതാ വിംഗിന്റെ സ്ഥാപക പ്രസിഡന്റ് ലാലി വിൽസൺ, അനിത ഗോപൻ, സംഘടനയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ദേവിക K. സുരേഷ്, മർച്ചന്റ്സ് അസോസിയേഷന് വേണ്ടി പ്രസിഡന്റ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ജനറൽ സെക്രട്ടറി CK നവാസ്, വർക്കിംഗ് പ്രസിഡന്റ് സാലി S. മുഹമ്മദ്, വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി ഗിരിജാകുമാരി, ബിന്ദു പത്മകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. ജോയിന്റ് സെക്രട്ടറി സൽമ കാസിം യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയ അബാക്കസ് മത്സരത്തിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ തൊടുപുഴ SMA അബാക്കസ് സെന്ററിൽ അനുമോദിച്ചു. റവറന്റ് ഫാദർ വിൻസെന്റ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ മുൻ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ സാബു വർഗീസ് നിർവഹിച്ചു. തൊടുപുഴ ജ്യോതി സുബർ ബസാറിൽ പ്രവർത്തിക്കുന്ന SMA അബാക്കസ് സെന്ററിൽ വെച്ച് ഫാദർ വിൻസെന്റ് കൊച്ചുപറമ്പിൽ CMAയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ദേശീയ അബാക്കസ് മത്സരത്തിൽ വിജയികളായ കുട്ടികളെ ആദരിച്ചു. എറണാകുളം കലൂർ റിന്യൂവൽ സെന്ററിൽ വെച്ച് നടന്ന മത്സരത്തിൽ സെന്ററിൽ നിന്നും പങ്കെടുത്ത 41 കുട്ടികൾക്കും റാങ്കിന്റെ തിളക്കമുണ്ടായി. ഡയറക്ടർ ജോൺ TA സ്വാഗതവും ഡോക്ടർ സാബു വർഗീസ് വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് വിശദീകരിക്കുകയും വിദ്യാഭ്യാസ കാലയളവിൽ തന്നെ ലക്ഷ്യങ്ങൾ വെച്ച് പഠിക്കുന്നതിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തു. കുട്ടിക്കാലത്തുള്ള ഓരോ ലക്ഷ്യങ്ങളും
ലക്ഷ്യങ്ങളുണ്ടായിരിക്കുകയും ലക്ഷ്യത്തിലെത്താനുള്ള തീവ്രമായ ആഗ്രഹവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് ലക്ഷ്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കും. യശശരീരനായ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം എഴുതിയ ജ്വലിക്കുന്ന മനസ്സുകൾ എന്ന പുസ്തകത്തിൽ യോഗാസൂത്രത്തിൽ പതഞ്ജലി മഹർഷി പറഞ്ഞൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹത്തായ ലക്ഷ്യമോ അസാധാരണമായ പദ്ധതിയോ നിങ്ങൾക്ക് പ്രചോദനമേകുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ അവയുടെ അതിർവരമ്പുകൾ കടന്നെത്തും. നിങ്ങളുടെ മനസ്സ് പരിമിതികളെ ഉല്ലംഘിക്കും. നിങ്ങളുടെ ബോധമണ്ഡലം നാനാ ദിശകളിലേക്ക് വ്യാപിക്കും. ഒരു പുതിയ അതിശയകരമായ ലോകത്ത് നിങ്ങൾ എത്തിച്ചേരും. സുപ്താവസ്ഥയിലുള്ള നിങ്ങളുടെ കഴിവുകളും ശക്തികളും വാസനകളും ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത്ര മഹത്വമുള്ള വ്യക്തികളാണെന്ന് അനുഭവേദ്യമാവും. എന്തുണ്ടെങ്കിലാ നിങ്ങൾ ശ്രദ്ധിച്ചോ? മഹത്തായ ലക്ഷ്യമോ അസാധാരണമായ പദ്ധതിയോ നിങ്ങൾക്കുണ്ടായി. ചിന്മയി അജിത്ത് ഗുണനപ്പട്ടികളുടെ പ്രകടനം നടത്തി. 196, 98 into 3 294, 98 into 4 392, 98 into 5 480, 98 into 6 578, 98 into 7 676, 98 into 8 774, 98 into 9 872, 98 into 10 980. തുടർന്ന് ഡോക്ടർ സാബു വർഗീസും ഫാദർ വിൻസച്ചനും ചേർന്ന് വിജയികൾക്കുള്ള മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. അബാക്കസ് അധ്യാപിക സൂര്യ അഭിലാഷ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൊരട്ടിയിലെ വാഹന അപകടം കണ്ണീർ കടലായി ഊന്നുകൽ ഗ്രാമം. വാഹന അപകടത്തിൽ മരണമടഞ്ഞ ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി അഹന്ന, പിതാവ് ജെയ്മോൻ എന്നിവർ പാലക്കാട്ടേക്കുള്ള യാത്രാമധ്യേ കൊരട്ടിയിൽ വെച്ച് കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ മരിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ജെയ്മോന്റെ ഭാര്യ മഞ്ജു, മകൻ ജോയൽ, ബന്ധുവായ അലൻ എന്നിവർക്ക് പരിക്കുകളുണ്ട്. വെള്ളിയാഴ്ച വെളുപ്പിന് ഊന്നുകലിൽ നിന്നും പാലക്കാട് ഭാര്യ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ കൊരട്ടിയിൽ വെച്ച് കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയും തുടർന്ന് കാർ ഓടിച്ചിരുന്ന ജെയ്മോനും മകൾ അഹന്നയും തൽക്ഷണം മരിക്കുകയുമായിരുന്നു. കൂടെയുണ്ടായിരുന്ന ജെയ്മോന്റെ ഭാര്യ മഞ്ജു, മകൻ ജോയൻ, ബന്ധുവായ അലൻ എന്നിവർക്ക് പരിക്കുകളുണ്ട്. തുടർന്ന് മരിച്ച ജെയ്മോന്റെയും മകൾ അഹാനയുടെയും മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോതമംഗലം ബെസേലിയോസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെ എത്തിച്ചിരുന്നു. പരിക്കുപറ്റിയ ഭാര്യ മഞ്ജുവിനെയും മൂത്തമകൻ ജോയൻ, ബന്ധുവായ അലൻ എന്നിവരെ കോതമംഗലത്തെ ബെസേലിയോസ് ഹോസ്പിറ്റലിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഹന്നയുടെയും പിതാവ് ജെയ്മോന്റെയും ഭൗതിക ശരീരം ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. കോതമംഗലം MLA ആന്റണി ജോൺ, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു, സ്കൂൾ മാനേജർ ഫാദർ മാത്യു അത്തിക്കൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷിബു തെക്കുംപുറം, PT ബെന്നി, ഷിബു പടപ്പറമ്പത്ത്, ബാബു എലിയാസ്, മനോജ് ഗോപി, ബാബു പോൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് MK വിജയൻ, ഉഷ ശിവൻ, സുഹറ ബഷീർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീജ മാത്യു, PTA പ്രസിഡന്റ് ഷിജു ജോസഫ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം ഊന്നുകൽ നമ്പൂരിക്കൂപ്പിലെ വീട്ടിലെത്തിച്ച് സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം പോത്താനിക്കാട് പ്രാദേശിക സഭ സെമിത്തേരിയിൽ സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ വനിതാ ദിനത്തിൽ ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ മഹിളാ ധർണ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാതിവില തട്ടിപ്പ് വിഷയത്തിൽ ക്രിയാത്മകമായി അന്വേഷണം നടത്തണമെന്നും മുഴുവൻ പരാതികളിലും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വന്യജീവി ആക്രമണം തടയാൻ നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് M നേതാക്കൾ ഡൽഹിയിൽ 27-ന് ധർണ നടത്തുമെന്ന് പാർട്ടി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി പ്രസ് ക്ലബിന്റെ KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരത്തിന് മെട്രോ വാർത്ത അസോസിയേറ്റ് എഡിറ്റർ MB സന്തോഷ് അർഹനായി.
വണ്ണപ്പുറത്തെ സ്വന്തം ബ്രാൻഡ് നെയിമാക്കി മാറ്റിയ ഒരു വീട്ടമ്മ. കേരളത്തിലെമ്പാടും ആവശ്യക്കാരുള്ള വണ്ണപ്പുറം നൈറ്റികൾ എന്ന ബ്രാൻഡിന്റെ അമലക്കാരി ലൈല ബാബുവിന്റെ വിജയഗാഥ ഈ വനിതാ ദിനത്തിൽ ഏറെ പ്രചോദനമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.